അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഈ സംഭവങ്ങളിലേക്ക് കിടക്കുന്നത്. കാരണം വിഷ്വലൈസേഷനാണ് ലോ ഓഫ് അട്രാക്ഷൻ വൺ ഓഫ് ദ മെയിൻ. അപ്പോൾ ആ സംഭവത്തിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക, ഈ വീഡിയോ മെയിനായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത്, ബിഹൈൻഡ് ദ സീൻസ് ആ ലെവലിലേക്ക് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോ ഉണ്ടായിരുന്നു, അത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രോസസ് ബിഹൈൻഡ് ദ ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ സ്റ്റക്കായ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പല കണ്ടീഷൻസ് കൊണ്ട്. ഇപ്പോൾ ചിലർക്ക് കുടുംബത്തിൻ്റെ ചില ബാധ്യതകൾ, ചിലർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അതിന് പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. കുറേ കാര്യങ്ങൾ കൊണ്ട് ലോക്കായി, പ്രശ്നങ്ങളായി, ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റക്കായി പോയിട്ടുണ്ട്. ഈ സ്റ്റക്ക് എങ്ങനെ മറികടക്കാം, എങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫിലേക്ക് നമുക്ക് എങ്ങനെ പോവാം, അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറണമെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി മാറണമെങ്കിൽ, നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മൾ ചിന്തിക്കുന്ന രീതികൾ മാറണം. നമുക്ക് ഞാൻ പറഞ്ഞില്ല, 25-30 വയസ്സൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ ഇത്രയും കാലം നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന റൂട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടൻ്റാണ് ഇപ്പം അനുഭവിക്കുന്നത്. ഇപ്പം ഇത്രയും കാലത്ത് നിങ്ങളൊരു കർമ്മ, ഇത്രയും കാലം നിങ്ങൾ ചിന്തിച്ച തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ ഫീലിങ്സ്, അതിൻ്റെ എല്ലാ ഒരു നെറ്റ് റിസൾട്ടൻ്റാണ് ഈ ഒരു പോയിന്റിൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പം എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു ലെവലിലെത്തിയുണ്ട്. ഇനിയും അതേ ഒരു ലൈഫ് തന്നെ മുന്നോട്ട് പോകാമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പോയാൽ മതി. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം ലൈഫിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, വേറെ രീതിയിൽ ഫീൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഡോണ്ട് ജഡ്ജ് യുവർ സെൽഫ് ഫോർ കറന്റ് സിറ്റുവേഷൻ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ പാസ്റ്റ് വരുത്തി വെച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് കുറച്ചും കൂടി സ്നേഹം കാണിക്കുക. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷന് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ ഒരു ഉത്തരവാദിയല്ല. പക്ഷെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ ഇനി ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുകയാണ് ഇനി ലോ ഓഫ് അട്രാക്ഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക, ആ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 കൊല്ലം കഴിയുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, എത്രത്തോളം ലോക്ക് ആയിക്കോട്ടെ, എത്രത്തോളം പ്രശ്നങ്ങളായിക്കോട്ടെ, എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിനാരിയോസിൽ നിങ്ങൾ കടന്നു പോയെന്നായിക്കോട്ടെ, അതല്ല അവസാനം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് മുതൽ ഡേ 1 റോളക്സ് പറഞ്ഞ പോലെ ആക്കി എടുത്തിട്ട് അവിടെ തുടങ്ങിയാൽ മതി. അപ്പം അതിനു വേണ്ടി നമ്മുടെ ഈ ഒരു മൈൻഡ് ഒരുപാട് റീപ്രോഗ്രാമിങ് ചെയ്യാണ്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സാധാരണഗതിയിൽ നമ്മളെപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രതീക്ഷ ചിലപ്പം പല കേസുകളിലും വളരെ നെഗറ്റീവായ രീതിയിലാണ്. സപ്പോസ് ഇതിപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക, ഇപ്പോൾ കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്ന, അടുത്ത EMI വരാനായല്ലോ, ഇനിയിപ്പോൾ അത് അടയ്ക്കണമല്ലോ, ഇത് അടയ്ക്കണമല്ലോ, ഇലക്ട്രിസിറ്റി ബില്ല്, ഇത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മെസ്സേജ് വരുന്നു, EMI ഇത്ര 2300, EMI 4000. അപ്പോൾ അത് ഒഴിവാക്കി ഇനി പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഡെപ്റ്റിന് പരമായിട്ടുള്ള ബില്ലുകൾ, അങ്ങനെ പല രീതിയിൽ നമ്മളെടുത്തേക്ക് സാധനങ്ങൾ വരുന്നു. അപ്പം ആ ഒരു സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അതുപോലെ EMI അടയ്ക്കുന്നുണ്ടാവും, ബില്ല് അടയ്ക്കുന്നുണ്ടാവും, കുറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണ്, അതിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, കാരണം അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ ചെയ്യുന്നത്. കാരണം ഇത് വരുന്നുണ്ടല്ലോ, അതിൽ അങ്ങനത്തെ ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ഡെപ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പറയാം, ഒരുപാട് ഡെപ്റ്റിലേക്ക്, കാരണം ഇപ്പം അത്യാവശ്യത്തിലേക്ക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, അത്യാവശ്യത്തിന് കടം ഉണ്ടെങ്കിൽ, EMIകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കൂടുതൽ EMIകൾ, കൂടുതൽ കടങ്ങൾ, കൂടുതൽ ബാധ്യതകൾ. അപ്പം അതിൽ നിന്ന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പം അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഈസ് നോട്ട് ഹൂ യു ആർ, ഇറ്റ്സ് ഹൂ യു വേർ. ഇപ്പം നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയാണോ, എന്താണോ ചെയ്തത്, അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ EMI അടയ്ക്കുന്നതും മറ്റു ബാധ്യതകൾ അടയ്ക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ പോവാണ്. പരിഹാരമില്ലാത്ത കാര്യങ്ങളുണ്ടോ? അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ സൊല്യൂഷൻ, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ സംഭവം. അതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം, കാരണം ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇന്ന് മുതൽ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ പെട്ടെന്ന് പോയി വിഷ്വലൈസ് ചെയ്യാൻ വിചാരിച്ചോ,
അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മളൊരു ഫീൽ ഗുഡ് പൊസിഷനിൽ എത്തണം എന്നാണ്. ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം നാളെ നമ്മളൊരു ക്ലൈൻറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു രാത്രി ടയേർഡായിട്ടാണ് ഓഫീസെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് ആ ടയേർഡായി നിൽക്കുന്ന സമയത്താണ് പിന്നെ ഈ ഒരു വിഷ്വലൈസേഷൻ നടത്തുന്നത്. കാര്യമായിട്ടും മൂപ്പർക്ക് ഒരു പുതിയ റിസൾട്ടും വരുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ടയേർഡ് മെൻറ്റാലിറ്റിയിൽ അത് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂണിവേഴ്സിന് മലയാളം ഇംഗ്ലീഷോ അങ്ങനത്തെ ഒന്നുമല്ല, നമ്മളെ ഫീലിങ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് നമ്മൾ ഭയങ്കര ടയേർഡ്നെസ് ചെയ്യും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചിലപ്പോൾ പമ്പപ്പായി നിൽക്കുന്ന സമയത്ത് വേണം ഇമ്മാതിരി സാധനങ്ങൾ ചെയ്യാൻ. അപ്പം അതിന് ഏറ്റവും നല്ലത്, ഇപ്പം നിങ്ങൾ എന്ത് തന്നെ സിറ്റുവേഷൻ ഒരു ദിവസം കടന്നു പോവുകയാണെങ്കിലും അന്നത്തെ ദിവസം എത്രത്തോളം മോശമാണെങ്കിൽ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് മെല്ലെ മെല്ലെ ഷിഫ്റ്റ് ആവാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനൊക്കെ നിങ്ങൾ താങ്ക്ഫുൾ ആണ്, നിങ്ങൾ താങ്ക്സ് പറയുക, നന്ദി പറയുക. അത് സംഭവം ഒരുമാതിരി ക്ലീശ പരിപാടിയായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് നിങ്ങളിപ്പോൾ കണ്ണടച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ താങ്ക്ഫുൾ ആവാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് വെക്കുക. അങ്ങനത്തെ ആ കാര്യങ്ങൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റാറായി, കുറച്ച് ആൾക്കാർ നിങ്ങളെ അംഗീകരിച്ചു, എവിടെയെങ്കിലും ഒരു പ്രൈസ് കിട്ടി, എങ്ങനെ ആ മൊമെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങളൊരു ഗുഡ് ഫീൽ, ഒരു പോസിറ്റീവിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു സാധനം നമുക്ക് വേണം വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ. ആ ഒരു ഫീലിംഗ് വേണം. കാരണം ഒരു ഗുഡ് ഫീലും ഇല്ല, ബാഡ് ഫീലും ഇല്ല, ഒരു നോർമലൈസ് ഫീലിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുന്ന വഴി നമ്മൾ ഗുഡ് ഫീലിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്തിനൊക്കെ എനിക്ക് ഗ്രേറ്റ്ഫുൾ ആയി, എന്തൊക്കെ എൻ്റെ കാര്യങ്ങൾ, ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന വഴി ഒരുപാട് പോസിറ്റീവിലേക്ക് നമ്മുടെ ഫോക്കസ് മാറും. നമ്മുടെ ഫോക്കസ് പോസിറ്റീവിലേക്ക് മാറുന്നതനുസരിച്ച് നമ്മുടെ എനർജിയും പോസിറ്റീവിലേക്ക് മാറും. അപ്പം അതൊരു ഫെർട്ടൈൽ ഗ്രൗണ്ടാണ് ഫസ്റ്റ്. ആ ഗ്രൗണ്ട് നമ്മൾ സെറ്റാക്കി എന്നിട്ട് വേണം നമുക്ക് വേണ്ട ഡ്രീംസ് അതിലേക്ക് ഇടാൻ. അല്ലാണ്ട് അല്ലെങ്കിലേ കുഴങ്ങി പറഞ്ഞ് നടക്കുകയാണ്. അതിൽ നമ്മൾ ഇത്രയും നല്ല സാധനം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതവിടെ ഒന്നും ആവാൻ പോണില്ല, അതവിടെ മുങ്ങി പോകുന്നുള്ളൂ. അപ്പം ആദ്യം നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ എനർജി ഭയങ്കര പോസിറ്റീവായി ആ രീതിയിൽ അത് നിങ്ങൾ ചെയ്യുന്നേ വേണം. ഈ വീഡിയോ കണ്ടത് അവിടെ തന്നെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കാരണം സ്പിരിച്വാലിറ്റി അല്ലെ ലോ ഓഫ് അട്രാക്ഷൻ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവണം, എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് കേട്ട് ഒരുത്തന്നെ വിശ്വസിക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണം പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാരണ മനുഷ്യന്മാരെപ്പോഴും നമ്മളില്ലാത്തതിനെക്കുറിച്ച് വ്യാകുലനാണ്. ഇപ്പം ഇത്രയും നല്ല പാക്കേജുള്ള സാലറി നമുക്കില്ലല്ലോ, ഇത്രയും നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇത്രയും നല്ലൊരു കാർ എനിക്കില്ലല്ലോ, ഇത്രയും നല്ല ഡ്രസ്സ് ഇല്ലല്ലോ, അപ്പം വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ ആ ഡ്രസ്സ് എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇല്ലല്ലോ. ഈ ലെവലിലാണ് നമ്മൾ പോണത്. അപ്പം നല്ല ഫ്രണ്ട് സർക്കിൾ ഇല്ലല്ലോ. അപ്പം ഇല്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ നിയമപ്രകാരം കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങൾ, കൂടുതൽ ലാക്ക് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ തള്ളി വീണ് പോവും. ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഹാപ്പി ആവണം. ഇപ്പോൾ ചില ആൾക്കാർ എനിക്കൊന്നുമില്ല, എനിക്ക് സന്തോഷിക്കാൻ, പക്ഷേ നിങ്ങൾക്കിപ്പം മര്യാദക്കൊരു ഡ്രസ്സ് ഉണ്ടോ, അപ്പം അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. എനിക്കിപ്പം നല്ലൊരു കുറച്ച് ഡ്രസ്സ് ഉണ്ട്, എനിക്ക് തല ചായ്ക്കാൻ ഒരു വീടുണ്ടോ, അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എഴുതി തന്നെ തുടങ്ങുക. അവർ ചെറിയ ചെറിയ കാര്യം ആദ്യത്തെ ദിവസം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒരു 4-5 കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റെക്കായി പോകും. പക്ഷേ നിങ്ങൾ ഒരാഴ്ച ജസ്റ്റ് 1 വീക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലിസ്റ്റ് വല്ലാണ്ട് കൂടി പോകുന്ന ആളാണ്. അപ്പം അത്രയും ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഓഫ് എനർജി അത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ബേസ് സെറ്റാക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേഗം പോയി വിഷ്വലൈസ് ചെയ്ത് അത് ചെയ്യരുത്. ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ പോകണം. അപ്പം ഇതെല്ലാ കാര്യത്തിലും ഉപയോഗിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില ഭർത്താക്കന്മാർ ഭാര്യയെ ഹെൽപ്പ് ചെയ്യുന്നു. ഭാര്യയെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തായി, അയാൾ പിന്നെ ഒട്ടച്ച് പോകും. പക്ഷെ അതിന് പകരം ഇവർ വെറുതെ മോട്ടറായിക്കളാ, നിങ്ങൾ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട്. അപ്പം എന്താ ഇവർക്ക് ഒരു ത്വര വരും, ഇനിയും കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരണം. അപ്പം അതന്നെയാണ്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൂടുതൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ താങ്ക്സ് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാടായിട്ട് തിരിച്ചു വരും.
കാരണം എന്ത് കാര്യത്തിനും നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിനും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറയലാണ് ദൈവത്തിനോട്, ഈ ഒരു ലൈഫ് തന്നതിലും എല്ലാ കാര്യത്തിലും. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെന്നെ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ജീവിതം നമ്മൾ തീർത്ത് രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തിനാണ് ഇപ്പം. അങ്ങനെ നമ്മൾ അത്രയും നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? സക്സസ് ആണോ? നടക്കൂല. നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് കൂടുതൽ നെഗറ്റീവ്സേ വരുന്നുള്ളൂ. അപ്പം താങ്ക്ഫുൾ ആവുക. നമുക്ക് ആരെങ്കിലും, പ്രത്യേകിച്ച് മലയാളികൾക്ക് തീരെ ശീലമില്ലാത്ത പരിപാടിയാണ് ഒരു നന്ദി പറയാം. ഇപ്പം ഇംഗ്ലീഷുകാരൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയി വാതിൽ തുറന്ന് താങ്ക് യു എന്ന് പറയുന്ന ടീമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ താങ്ക്സ് പറഞ്ഞ് ആ ഒരു വൈബ്രേഷനിലേക്ക് മാറണം. ഇപ്പം ഇതിൽ ഒരു എക്സാമ്പിളായിട്ട് ഇവർ പറയുന്നുണ്ട്, നെവിൽ ഗോഡാർഡിൻ്റെ ഒരു ഭയങ്കര ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചായിരുന്നു. അപ്പോൾ മൂപ്പർ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നു. അതായത് അങ്ങേര് രാവിലെ എണീച്ച് ഇപ്പം നമ്മൾ ബെഡിൽ നിന്ന് കാല് നിലത്ത് വെക്കുമ്പോഴത്തേക്കും മൂപ്പര മൈൻഡിലൊരു മൂവി പോവാണ്. അപ്പം മൂപ്പർ ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ഇത്രയും നല്ലൊരു സ്ഥലത്ത് താമസിക്കാൻ പറ്റിയിരുന്നു, ഞാൻ താങ്ക് യു പറയുന്നു, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അപ്പോൾ പിന്നെ അയാൾ ബ്രഷ് ചെയ്ത് ആ ഒരു കുളിക്കുന്ന സമയം, ആ സമയങ്ങളിൽ മുഴുവൻ ഇയാൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ സംഭവം. കാരണം നമ്മൾ സാധാരണ രാവിലെ എണീക്കും ഭയങ്കര, ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ ഭയങ്കര നെഗറ്റീവ് അടിച്ച് നമ്മൾ എണീക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രാവിലത്തെ നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ അത്രത്തോളം നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീച്ച് ആ ഒരു പ്രഭാത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കുളിച്ച് വലിച്ച് ആ ഒരു ടൈമിൽ ഫുള്ള് നിങ്ങൾ മനസ്സിൽ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങൾ നിങ്ങൾ എണ്ണി ഓരോന്നെടുത്ത് അതിന് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ താങ്ക് യു പറയുന്നത് വഴി നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ ഇപ്പം ചെയ്തൊരു 5 കാര്യങ്ങൾ അതുപോലെ ഒന്ന് കണ്ണടച്ച് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് ഫീലിംഗ് വരും. കാരണം ആ ഒരു വൈബ്രേഷനിൽ എത്തലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് വൈബ്രേഷൻ. കാരണം ഒരു ദിവസം ഇപ്പം നമ്മൾ ചെയ്തു, പെട്ടെന്ന് റിസൾട്ട്, അതിലല്ല കാര്യം. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് ഇതൊരു റുട്ടീനാകണം. കാരണം പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാരണം ഒരുപാട് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് എനിക്കൊന്നും സംഭവിച്ചില്ല. അത് ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മൊത്തം പേഴ്സണാലിറ്റി, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, കാരണം 10-25-30 കൊല്ലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച നെഗറ്റീവ് സാധനത്തിന് നിങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത്. അപ്പം അതിന് സമയം എടുക്കണം. 30 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി വെച്ച സാധനം ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിക്കാൻ മാത്രം പ്രോ അല്ലല്ലോ നമ്മൾ. പിന്നെ ഇവർ പറയുന്നത് വേറൊരു കഥ ഉണ്ട്, ഓരോ ടെക്നിക്സ് എന്ന് പറയാം. അതായത് ഒരാൾ ഒരു തരം ഈ നദിയൊക്കെ ഉണ്ട്, നദീതടങ്ങളിലൊക്കെ പോയിട്ട് ഒരു പ്രത്യേക തരം കല്ലെടുത്ത് വെച്ച്, ഈ കല്ലെടുത്തിട്ട് അയാളുടെ പോക്കലിട്ട് അയാൾ സ്ഥിരമായിട്ട് ആ ചെറിയൊരു കല്ല് സ്ഥിരമായിട്ട് അയാൾ പോക്കലിടും. എപ്പോഴൊക്കെയാണോ ഇയാൾ ആ പോക്കറ്റിലേക്ക് കൈയിട്ട് ആ കല്ല് ടച്ച് ചെയ്യുന്നത്, ആ സമയത്ത് ഇയാൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി താങ്ക്ഫുൾ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഈ ഒരു സംഭവം കിട്ടിയതിന് നന്ദിയാണ്. എന്തെങ്കിലും സംഭവങ്ങൾ എപ്പോഴൊക്കെയാണോ അയാൾ ആ കല്ലെടുത്ത് തൊടുന്നത്, ആ സമയത്തൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ രാത്രി ആൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് ആ കല്ല് ഈ പോക്കറ്റ് മുഴുവൻ ക്ലിയർ ആക്കുന്ന സമയത്തും ആ കല്ല് തൊടുന്ന സമയത്ത് അപ്പോഴും ഇയാൾ പറയും, ഇതൊരു താങ്ക്ഫുൾ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇയാൾ ഒരു കഥയിൽ പറയുന്നതാണ്, ഇവരുടെ ഒരു ഫ്രണ്ട് ഈ കല്ല് കണ്ടു ഒരു സാഹചര്യത്തിൽ. അപ്പം ഒരു ആഫ്രിക്കയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്ത് കല്ലാണിത്? അപ്പോൾ ഞാനിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു, പിന്നെ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞു. കുറേ കാലത്തിന് ശേഷം, ഒരു 4-5 മാസം കഴിഞ്ഞ ശേഷം ആ ഫ്രണ്ട് വീണ്ടും ഇയാളെ വിളിച്ചു, എനിക്ക് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് റോക്സ് വേണം. എൻ്റെ മോന് തീരെ വയ്യ, ഭയങ്കര ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് കിടപ്പിലാണ്. അപ്പം ആ കുറച്ച് റോക്സ് എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഇയാളെന്ന് വെച്ചാൽ ഇയാൾക്ക് അറിയാം അതിൽ കാര്യമായ മാജിക്കോ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഇയാൾ എന്ത് ചെയ്ത്, ആയിക്കോട്ടെ ഞാൻ, കാരണം ഇത് മൈൻഡിൻ്റെ മെയിൻ ഗെയിമാണ്. അപ്പം ആ ഗെയിം പൊളിക്കേണ്ട വെച്ചിട്ട് ഓക്കെ ഞാൻ കുറച്ച് റോക്സ് അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞു. ഇയാൾ ആ നദീതടത്തിന് പോയി കുറച്ച് അടിപൊളി നല്ല കാണാൻ കുട്ടപ്പനായിട്ടുള്ള കുറച്ച് റോക്സ് എടുത്ത് ഇയാൾ പാഴ്സൽ ചെയ്ത് നേരെ ആഫ്രിക്കയിലേക്ക്. അവിടെ നിന്ന് പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഫ്രണ്ട് വിളിക്കണം, മോൻ ഭയങ്കരമായിട്ട് റിക്കവറായി. അപ്പം എന്താണ് ഇപ്പം അതിൽ സംഭവിച്ചു വെച്ചാൽ അതെല്ലാം മൈൻഡിൻ്റെ ഒരു കളി മാത്രം. നിങ്ങളിപ്പം ഒരു സൂക്കേട് വന്ന് ഒരു അസുഖം വന്ന് അത് ഹീൽ ചെയ്യണമെങ്കിൽ തന്നെ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പ്ലാസിബോ എഫക്റ്റിൽ നമ്മൾ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഒരു വയ്യാത്തൊരു പേഷ്യൻറ്റിന് ഒരു ഷുഗർ പിൽ ഒരു മരുന്നിൻ്റെ രൂപത്തിൽ കൊടുക്കുകയാണ്. ഷുഗർ പിൽ കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കാരണം പേഷ്യൻറ്റിന് അറിയില്ല. പേഷ്യൻറ്റ് പറയാം 2 ദിവസം കഴിയുമ്പോൾ എനിക്കിപ്പോൾ മാറ്റമുണ്ട്. കാരണം ജസ്റ്റ് ഒരു ഷുഗർ പിൽ, അതാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് ആ മൈൻഡ് കൊണ്ട് തന്നെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹീലാവുന്നൊരു പ്രോസസ്സാണ്. അപ്പം അത്രത്തോളം പവർഫുള്ളാണ് നമ്മുടെ വൈബ്രേഷനും നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനും. അപ്പോൾ പിന്നെ ഈ എന്താ പറയുക, സീക്രട്ടിൻ്റെ ഓതർ റോണ്ട ബയൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം
ഈ സീക്രട്ട് എന്ന പുസ്തകം അല്ലെങ്കിൽ സീക്രട്ട് എന്നൊരു ആദ്യം തന്നെ ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ലോകം മുഴുവൻ അറിഞ്ഞ ആൾക്കാർ ഇതിനെക്കുറിച്ച് ആൾക്കാർ ചേഞ്ച് ആകുന്നു, ആൾക്കാരുടെ ലൈഫ് മാറുന്നു. ഈ സംഭവങ്ങളൊക്കെ അവർ ആദ്യമേ എന്താ പറയുക, അതിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചേഞ്ച് ആയാലും നന്ദി. അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അവർ ചെയ്തതിന് ശേഷമാണ് സീക്രട്ട് എന്ന ഈ സംഭവം പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. ഓക്കെ, അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് മറക്കണ്ട. അടുത്തതാണ് നമ്മുടെ മെയിൻ സംഭവം, അതായത് വിഷ്വലൈസേഷൻ. വെൻ യു വിഷ്വലൈസ് യു മെറ്റീരിയലൈസ്. അപ്പോൾ വിഷ്വലൈസേഷൻ വേണം. കാരണം ഞങ്ങളവിടെ തന്നെ ഒരു ബോർഡുണ്ട്, ഇഫ് യു ക്യാൻ സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ് യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്. ആദ്യം നിങ്ങളത് മൈൻഡിൽ കാണണം. അപ്പോൾ അത് മെറ്റീരിയലൈസ് ആവാൻ, അത് ശരിക്കും നടക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെ കാണും? ചിലർ പറയും വിഷ്വലൈസേഷൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ളൊരു അപ്രോച്ച് അല്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു BMW കാറ് വേണം. ഇപ്പോൾ നമ്മൾ ആ കാറ് ഷോറൂമിൽ നിന്ന് കാണുന്നു, അത് വേണമല്ലോ എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ആ രീതിയിലാവുന്നു. അങ്ങനെ പൈസയൊക്കെ സെറ്റായി BMW കാർ എടുക്കുന്നു, ലോണൊക്കെ എടുക്കുന്നു. അതാണൊരു ന്യൂട്ടോണിയൻ പ്രോസസ്സ്. സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യന്മാരും ചെയ്യുന്ന പ്രോസസ്സ്. ഇതങ്ങനെയല്ല. ഇതാരും സഞ്ചരിക്കാത്ത വഴികളിൽ ഒരു പ്രാന്തനെപ്പോലെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ അതായത് വസ്തുത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മുന്നിൽ വെക്കുക. മുന്നിൽ വെച്ചിട്ട് ഈ കൈയിൻ്റെ പുറംഭാഗമുണ്ടല്ലോ, ഈ പുറംഭാഗം ശരിക്കും നോക്കുക. അതിലുള്ള ചുളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി ആ സംഭവങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കൈ ഇങ്ങനെ കറക്റ്റ് പിക്ചർ ഇട്ടി ജസ്റ്റ് കണ്ണടച്ചിട്ട് ഈ നേരെ BMW സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നോക്കുക. അത്രയും പെർഫെക്ഷൻ വേണം. പിന്നെ നമ്മൾ ചവിട്ടി ആ ഗിയറൊക്കെ മാറ്റിയിട്ട് വിടുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യണം. വല്ല റൂം പോയിട്ട് പുറത്തു തന്നെ ചെയ്ത ആൾക്കാരൊക്കെ പ്രാന്താവും. അപ്പം അതാണ് ഫീലിംഗ്. കാരണം അത് നിങ്ങൾ ആ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടയേർഡായി ചെയ്യേണ്ട കാര്യമല്ല. അത്രയും നമ്മൾ പോകുമ്പോൾ അപ്പോൾ നമുക്ക് തന്നെ അറിയാം പോവാണ് വിഷ്വലൈസ്. നമ്മൾ ആ സ്റ്റിയറിംഗ് എടുത്ത് ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്യണം. അവിടെയാണ് വിഷ്വലൈസേഷൻ്റെ ഒരു പവർ. അപ്പം ആ ഒരു 10 മിനിറ്റൊക്കെ അത് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയുന്നത് സ്വന്തമായൊരു BMW ഉണ്ട് തോന്നിപ്പോണം. അപ്പം അങ്ങനെ, കാരണം അത് നിങ്ങൾ കണ്ണടച്ച്, കാരണം അതിന് ഞങ്ങളെ വർക്ക്ഷോപ്പിൽ തന്നെ ഞങ്ങൾ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതൊരു റിയൽ ഇവൻറ്റ് പോലെ നമുക്ക് തോന്നും. അത്രയും നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മളതിലെത്തിപ്പെടും. അപ്പം അത് ഫീൽ ചെയ്യും. അത് എന്താ പറയുക, ആ ഡോറ് തുറക്കുന്നത് മുതൽ ആ ഇൻറ്റീരിയർ കാണുന്നത് മുതൽ അവർ പല കാര്യത്തിലും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം നമ്മൾ അതിനുള്ള മാഗസീൻസ് ആണെങ്കിൽ BMW ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കൊന്ന് പഠിക്കുക, അതിൻ്റെ ഉള്ളിലത്തെ കാര്യം ഇൻറ്റീരിയർ എങ്ങനെയാണ്, ഡാഷ് എങ്ങനെയാണ് വരുന്നത്, എല്ലാം നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രോസസ്സ് യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ കാര്യമായിട്ട് നടക്കുന്നത്. അതായത് ഇപ്പം ഇതിൽ പറയുന്ന വേറൊരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോളോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ വിഷ്വലൈസേഷനെ കുറിച്ച് പണ്ട്, കാരണം ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ പരിപാടി തന്നെ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവം വെച്ചിട്ട് ഇവർ കുറച്ച് ഒളിമ്പിക്സിന് തയ്യാറായിട്ട് നിൽക്കുന്ന അത്ലറ്റ്സിന് ജസ്റ്റ് ഒരു എന്താ പറയുക, ആ ഒരു ക്രൗഡിൻ്റെ സൗണ്ടും ആ ഒരു എന്താ പറയുക സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആ വെടിയേക്കുന്ന സൗണ്ട് ആ എല്ലാം കൂടി കേട്ടിട്ട് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെഡ്ഫോൺസ് കൊടുത്തിട്ട് ഓരോ മോണിറ്റർ ചെയ്തു. ഓരോ മോണിറ്റർ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബയോ ഫീഡ്ബാക്ക് എക്യുപ്മെൻറ്റ് വെച്ച് ഓരോ മോണിറ്റർ ചെയ്തിട്ട് ജസ്റ്റ് അവരോട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. വിഷ്വലൈസ് ചെയ്തിട്ട് അവർ ജസ്റ്റ് ഇരിക്കുകയാണ്. ജസ്റ്റ് ആ ഒരു സംഭവം ഓരോ മൈൻഡിൽ റൺ ചെയ്യുന്നതാണ് ഒരു മൈൻഡിൽ. പക്ഷേ ആ സമയത്ത് ഒരു ഇരുന്ന് അത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്തും ഓരോ ആ മസിൽസ് അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു കറക്റ്റ് എഫക്റ്റ് ഈ ബയോ ഫീഡ്ബാക്ക് എക്യുപ്മെൻറ്റിൽ രേഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിഷ്വലൈസേഷൻ. ഇനിയും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ ഞാൻ പറയണ അങ്ങോട്ട് ചെയ്യുക. അതായത് കണ്ണടച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കിച്ചണിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത്. കിച്ചണിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു തേണാന്ന് നമ്മൾ പറയാം, നമ്മൾ ആ ഒരു സാധനങ്ങൾ വെക്കുന്ന ആ സംഭവം, പിന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയും ചെയ്യരുത്. പിന്നെ വാഷ് ബേസ്, ആ ഒരു പാത്രങ്ങൾ കഴിക്കുന്ന ഒരു ആ സംഭവമാണ്, അതൊന്നും ആലോചിക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? അത് കണ്ണു തുറന്ന് ശരിക്കും വിഷ്വലൈസ് ചെയ്തില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ചെയ്യാൻ തന്നെ നമുക്ക് മടിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് പല ആൾക്കാരും ഇപ്പോഴും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ മടി, നമ്മുടെ യു വേഴ്സസ് യു ഫൈറ്റ് ഉണ്ടാവും. അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്യാം.
അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ദൈവം വന്നിട്ട് മുന്നിൽ നിന്നിട്ട് അതാ നിങ്ങൾ വിചാരിച്ച BMW എന്ന് പറയുന്നില്ല. അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാവും, അതിന് പറ്റിയ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും, അതിന് പറ്റിയ ഐഡിയാസ് നമുക്ക് വരും. എത്രയോ കാലം നമ്മൾ നടന്നിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ നമ്മളെടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു അതിന് നമ്മൾ ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം മാത്രം കാണിച്ചാൽ മതി. അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അവസാനം തന്നെ പറയുന്നത് ആക്ഷൻ. ആ ആക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇപ്പം ഇതിന് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ആ ഒരു ജോയ്, ഹാപ്പിനെസ്, ആ ഒരു മൊമെൻറ്റത്തിൽ നിൽക്കണം എന്നുള്ള കാര്യം തന്നെ. പിന്നെ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ഡിസയർ വേണം. ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക ലേസിനെസ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഹീലിംഗ് കൂടി ചെയ്തോട്ടെ. അല്ലാത്ത സമയം ഈ ഒരു ബേണിങ് ഡിസയർ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് നിങ്ങളെ തന്നെ എന്താ പറയുക ഗൈഡ് ചെയ്ത് വരുത്തണം. കാരണം ബേണിങ് ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഷ്വലൈസേഷൻ, പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ നടത്താനുള്ള ചാൻസ്, എന്താ പറയുക മെറ്റീരിയലൈസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അത് പലർക്കും ഇല്ല. പലർക്കും വെച്ചാൽ രക്ഷപ്പെടണം, കുറച്ച് പോർഷ് ലൈഫ്, ആ സംഭവമൊക്കെ വേണം. പക്ഷേ അത് പ്രതികാരം നാളെ ചെയ്താൽ മതിയോ ചോദിക്കും പോലെയാണ്. അത് ആ ഒരു തളപ്പില്ല. അപ്പം അതിന് നിങ്ങളെ തന്നെ പുഷ്. കാരണം ബേണിങ് ഡിസയർ പല ആൾക്കാരും വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പം ആ ഒരു ജീവിതത്തിലെല്ലാം അടിച്ചമർത്തപ്പെട്ട് ഏറ്റവും ലോ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് പല ആൾക്കാരും ഭയങ്കര ഹൈ സക്സസ് ആയി. കാരണം വെച്ചാൽ അവൾ ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്താണ് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന പോയിന്റിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫയറാണ്, ഫ്ലവർ അല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് ചെയ്യുക. ഒരു ബേണിങ് ഡിസയർ വേണം എന്തെങ്കിലും കാര്യം. അപ്പം എനിക്ക് ബേണിങ് ഡിസയർ ഉള്ള കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് എന്താണോ പാഷൻ, നിങ്ങൾക്ക് എന്താണോ താല്പര്യം, അതിൽ നിങ്ങൾക്കൊരു ബേണിങ് ഡിസയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ പറ്റും. പിന്നെ വിഷ്വലൈസേഷനെ പറ്റി പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമ്മളെ രൺവീർ സിംഗ്, ദീപിക പടുക്കോണ്ടെ മൂപ്പറിനെ വലിയ ക്ലിക്കായി വരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 23 വയസ്സിലിട്ടാണ്. 23 വയസ്സിൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്ത് ഈ രൺവീർ സിംഗിൻ്റെ ഒരു സിസ്റ്റർ രൺവീർ സിംഗിൻ്റെ 23ാമത്തെ ബർത്ത്ഡേക്ക് രൺവീർ സിംഗിൻ്റെ സിസ്റ്റർ ഒരു ബർത്ത്ഡേ കേക്ക് കൊടുത്തിട്ടുണ്ട്. ആ കേക്കിൽ പല സ്ഥലത്തും ഓരോ സിനിമേൻ്റെ ചെറിയ ചെറിയ പോസ്റ്റേഴ്സിൻ്റെ കട്ടിങ് ആ കേക്കിലുണ്ടായിരുന്നു. ഒരു പ്ലക്കാർഡ് പോലെ ഇങ്ങനെ കുത്തി വെച്ച ടൈപ്പ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുൽഹലിയ എന്തിൻ്റെ പേര് DDLJ അത് പിന്നെ അങ്ങനെ ഷാറുഖ് ഖാൻ്റെ ഓരോ പടങ്ങളുടെയും ഫേസ് മോർഫ് ചെയ്തിട്ട് പകരം രൺവീർ സിംഗിൻ്റെ മുഖമാണ് വെച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഈ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഈ സംഭവം ഇഷ്ടമായി. മൂപ്പരത് എടുത്ത് മൂപ്പരെ റൂമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് എല്ലാ സമയത്തും ഇങ്ങനെ നോക്കും. അതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത്. അപ്പോൾ മൂപ്പരനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് യഷ്രാജ് ഫിലിംസിൻ്റെ അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ മൂപ്പരത് യഷ്രാജ് ഫിലിംസിൽ കയറി. ഇത്രയും ഇപ്പം ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് ആക്ടറായി. ജസ്റ്റ് വിഷ്വൽ അത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും, ആ വീഡിയോ കിട്ടും. രൺവീർ സിംഗ് ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്ന കാര്യം. അതുപോലെ നമ്മുടെ ഫ്രീഡ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, സ്ലം ഡോഗ് മില്യണറിലെ ഒരു ആക്ട്രസ്. ഓരോ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. ഓരോ ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഇൻ്റർവ്യൂവർ ചോദിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്ന സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല പറയും. അപ്പോൾ ഈ ഓരോ ക്ലിപ്പിങ്സ് കാണിക്കില്ല. അതുപോലെ ഒരു ഏച്ചീൻ്റെ ഒരു ക്ലിപ്പിങ്സ് പെട്ടെന്ന് കാണിച്ച് ഓരോ TV-യിൽ. അപ്പോൾ ഏച്ചി പറയാണ് ഇവർ ഒരു ദിവസം ഈ ഫ്രീഡൻ്റെ റൂമിലേക്ക് ഇവർ പെട്ടെന്ന് കയറുന്ന സമയത്ത് ഈ ഫ്രീഡ എന്തോ ഒരു പൗഡറിൻ്റെ കുപ്പിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഓസ്കാർ കിട്ടിയ സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഓസ്കാറിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഓസ്കാർ കിട്ടി. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, അതാണ് മനുഷ്യൻ്റെ ഒരു പവർ. പക്ഷെ അതിന് നിങ്ങൾ മെനക്കെടുന്നുണ്ടോ? കാരണം ഇത് ആ ഒരു മൊമെന്റ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കണ്ടത് ആലോചിച്ച് നോക്കുക. കാരണം അത്രയും ബോറല്ല ചളുപ്പ് പരിപാടിയാണ്. പക്ഷേ അത്രയും ആ ഒരു സംഭവം ആ ഒരു ഫീൽ ചെയ്ത് അത് ശരിക്കും ഓഡിയൻസ് മുന്നിലുണ്ട് എന്ന രീതിയിൽ ഒന്നുമല്ലാത്ത സമയത്ത് വിഷ്വലൈസ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യാണ് സ്വന്തമായിട്ട്. ഒന്നുമല്ല, വെറും ചില്ലറ പരിപാടിയല്ല, ഓസ്കാറാണ് കിട്ടിയത്. അപ്പം അതാണ് വിഷ്വലൈസേഷൻ്റെ പവർ. പിന്നെ അനുഷ്ക ശർമ്മ, നമ്മളെ വിരാട് കോഹ്ലിൻ്റെ വൈഫും ഇവർ ഓഡീഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇവർ എന്താ പറയുക അനുഷ്ക വിഷ്വലൈസ് ചെയ്യലുണ്ട്. അതും ഒക്കെ യൂട്യൂബിലുള്ള സംഭവങ്ങളാണ്. അനുഷ്ക വിചാരിക്കേണ്ടത് അത് യഷ്രാജ് ഫിലിംസ് ഷാറൂഖ് ഖാൻ കാണിച്ച് പിന്നെ ഇൻട്രൊഡ്യൂസിങ് അനുഷ്ക ശർമ്മ. അതുപോലെ തന്നെ ഫസ്റ്റ് പടം തന്നെ യഷ്രാജ് ഫിലിംസിൽ അനുഷ്ക ശർമ്മയ്ക്ക് കയറാൻ പറ്റി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പവർ നിങ്ങൾക്കറിയില്ല. അത് മനസ്സിലാക്കുക, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പൈസക്കാരുണ്ടാവട്ടെ, എന്നിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാൻ. ഞാൻ അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്കെച്ച് ചെയ്യും.
ഇപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് നടക്കുക, ഈ ഹൗ എന്ന് പറഞ്ഞ സംഭവം സത്യം പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗ എന്ന് പറഞ്ഞ സംഭവം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സിന് അറിയാം അത് ഫാസ്റ്റസ്റ്റ് ആയിട്ടും ക്വിക്കസ്റ്റ് എല്ലാം ഇത്രയും നല്ല അടിപൊളിയായിട്ട് എങ്ങനെ നിങ്ങൾക്കത് കൊണ്ടുതരാൻ പറ്റുന്ന പരിപാടി നിങ്ങൾക്കറിയില്ല, യൂണിവേഴ്സിന് അറിയാം. അതിൽ യൂണിവേഴ്സിന് അപാരമായി നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നേ വേണം. അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ മുന്നിലിങ്ങനെ കൈ കൊണ്ട് തരും. കൈ കൊണ്ട് തന്നിട്ട് അത് ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് യെസ് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പം ലാപ്സായി പോയി എന്നും വരും. അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ മുഖം തിരിച്ച് നിൽക്കരുത്, ചാടി പിടിക്കുക. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റില്ലായിട്ടുള്ള പിക്ചറുകളിനേക്കാളും കൂടുതൽ നമ്മൾ മൂവിങ് പിക്ചേഴ്സ് ആയിട്ടാണ് കുറച്ചും കൂടി ഒരു പടം കാണുന്ന പോലെ, ഒരു മൂവിയായി കാണുന്ന പോലെ കാണുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അത് നമുക്ക് വേണം പറയാം. നമ്മൾ ഒന്നും കൂടി കണ്ണടച്ചാൽ മതി. കണ്ണടയ്ക്കൂ കുട്ടികളെ. കണ്ണടച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും കിച്ചണിലേക്ക് പോവുക. കിച്ചൺ അവിടെ ഉണ്ട്. നിങ്ങൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജ് കാണുന്നു. ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുന്നു. ഒരു ഐസ് വാട്ടർ ഒരു കുപ്പി ഉണ്ട്, ആ കുപ്പി എടുക്കുന്നു. ആ കുപ്പി എടുത്ത് കൈ പിടിച്ച് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യാം. ഓക്കെ, മതി. അപ്പം ഇത് ഒരു മൂവിങ് പിക്ചറാണ്. നിങ്ങൾ സ്റ്റില്ലായിട്ടൊരു ഇമേജ് അല്ല, നിങ്ങൾ വന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ. അപ്പം അതുപോലെ നിങ്ങൾ മൂവിങ് പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പം ഇതുപോലെ വലിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാവൂല ഇത് ശരിക്കും നടന്നൊരു സംഭവമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിനറി സംഭവമാണോ. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾക്ക് ശരിക്കും നടന്ന ഈ ഒരു ലെവലിലാണല്ലോ നമ്മൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട്, പിന്നെ നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുക. മൂവിങ് പിക്ചേഴ്സ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതിൽ അവസാന ഘട്ടത്തിലേക്ക് പറയുന്നത് വിഷൻ ബോർഡാണ്. അപ്പോൾ വിഷൻ ബോർഡ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അത് ജോൺ അഷ്റഫ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്. അപ്പോൾ അങ്ങേരുടെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട് സീക്രട്ടിൽ. അപ്പം അങ്ങനെ ഒരു വിഷൻ ബോർഡ് ഉണ്ടായി. വിഷൻ ബോർഡ് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പോലെ സംഭവം ഉണ്ടാക്കുക. എന്നിട്ട് കുറേ കട്ടിങ്സ് ഉണ്ടാക്കുക. അച്ഛനെങ്കിൽ നിങ്ങളെ വീട് എങ്ങനെയാണോ വേണ്ടത് ആ സംഭവങ്ങൾ ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ബോഡി 6 പാക്ക് മറ്റേ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതവിടെ പേസ്റ്റ് ചെയ്യുക. കാർ എങ്ങനെയാണോ അത് വേറെ, അങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ തടി മീശയോ അങ്ങനെ കുറേ സംഭവങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് അത് എല്ലാ ദിവസവും നമ്മൾ കാണാം. കാരണം എല്ലാ ദിവസവും നമ്മൾ രാവിലെ രാത്രി അത് കണ്ട് അത് കാണുന്ന സമയത്ത് തന്നെ ആ ഒരു വിഷ്വൽ ഇമേജ് നമ്മളൊരു മെൻ്റൽ മൂവി അതിൽ പ്ലേ ചെയ്ത് ആ ഒരു സംഭവം, അതിനാണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. ജോൺ അഷ്റഫ് ഇതുപോലെ തന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വിഷൻ ബോർഡ്സ് മൂപ്പർ ഉണ്ടാക്കി. ആ സമയത്ത് മൂപ്പർ ഇതുപോലെ ഒരു വീടൊക്കെ പേസ്റ്റ് ചെയ്ത്, പിന്നെ ഇവർ 5 കൊല്ലം കൊണ്ട് തന്നെ 4 സ്ഥലത്തൊക്കെ വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 സ്ഥലത്ത് വീട് ഷിഫ്റ്റ് ചെയ്ത് അവസാനം ഇയാളൊരു അത്യാവശ്യം നല്ലൊരു അടിപൊളി വീട്ടിലൊക്കെ എത്തി. അതൊക്കെ ഇയാളുടെ പഴയ വിഷൻ ബോർഡ്സ് എല്ലാം ഓരോ കാർഡ്ബോർഡും പെട്ടിയിലാക്കി അവിടെ വെച്ചിക്കുക. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇയാളുടെ മകൻ വന്നിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടീൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലോണ്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ ഈ ജോൺ ചോദിച്ചാൽ എന്താ മോനെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു എന്താ പപ്പ ഇതിലുള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ വിഷൻ ബോർഡ്സാണ്. അപ്പം ആ കുട്ടി ചോദിച്ചു എന്താണ് വിഷൻ ബോർഡ് എന്ന്. അപ്പം ജോൺ ഞാൻ കാണിച്ചു തരാറുണ്ട്. ആ പഴയ 5 കൊല്ലം മുന്നേ ഉള്ള വിഷൻ ബോർഡ്സ് എല്ലാം തുറന്ന് ആ വിഷൻ ബോർഡ് തുറന്ന് നോക്കുന്ന സമയത്താണ് ആൾ ഞെട്ടിപ്പോയത്. കാരണം അന്ന് 5 കൊല്ലം മുന്നേ ഇയാൾ വെച്ച ആ ഒരു വീട്ടിലാണ് ഇപ്പോൾ ആൾ താമസിക്കുന്നത്. കാരണം അത് അയാൾ മേടിച്ചു, അയാൾ കംപ്ലീറ്റ്ലി റിനോവേറ്റ് ചെയ്തു. അപ്പം അയാൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ അയാളുടെ മൈൻഡിൽ പോലും ഇല്ല അങ്ങനെ ചെയ്ത്. പക്ഷേ തട്ടത്തിമറത്ത് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും പടച്ചാൽ മറക്കൂല. അപ്പം അതുപോലെയാണ് യൂണിവേഴ്സ്. അപ്പം അതാണ് ഈ വിഷൻ ബോർഡ്സിൻ്റെയൊക്കെ പവർ. സംഭവം എല്ലാം നിസ്സാര കാര്യമാണ്, എല്ലാം വളരെ പുച്ഛത്തോടെ വേണമെങ്കിൽ നോക്കി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ ചെയ്ത് സക്സസ് ആയ ആൾക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കുക, അതിൽ നിങ്ങൾ ഇൻസ്പയർ ആവുക. ഈ ഒരു പ്രോസസ്സിലേക്ക് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക, അത് ബിലീവ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ആക്ഷൻ എടുക്കുക, എന്നിട്ട് അത് യൂണിവേഴ്സിനെ കൊണ്ട് വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ബാക്കി യൂണിവേഴ്സ് ആയിക്കോളും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഗൈസ് ടാറ്റാ, ബൈ ബൈ.